പിന്നെ അവനെന്തോ തമാശക്കാണ് ബാനുവിന്റെ വീഡിയോ എടുത്തത്. ബാന സ്വബോധത്തിലിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ ആയിരുന്നു അവസ്ഥയെന്ന് ബാനുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. എന്റെ മോൻ ബാനുവിന് മാത്രമല്ലേ ആ വീഡിയോ അയച്ചു കൊടുത്തിട്ടുള്ളൂ, മറ്റാർക്കും അയച്ചു കൊടുത്തിട്ടില്ലല്ലോ. നീ വളരെ സമർത്ഥമായി സംസാരിക്കുന്നുണ്ട് മോഹന. നിന്നെ എനിക്കറിയില്ലേ? ഞാൻ ഈ പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല ചേച്ചി. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഭാവന, ഭരത എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? ജയേഷിന്റെ കയ്യിലുള്ള ഭാനുവിന്റെ ഫോട്ടോസും വീഡിയോയും ഒക്കെ ഭാവന ഏൽപ്പിച്ചാൽ ജയേഷിനെതിരെ കേസെടുക്കില്ലെന്ന്. അപ്പോ ഭരതന്റെ മോനെ മനഃപൂർവ്വം കുടിക്കല്ലേ ഭാവന? മാമൻ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ലീഗലായിട്ട് മൂവ് ചെയ്യാലോ. യാഥാർത്ഥ്യം പോലീസുകാരും കോടതിയും കണ്ടുപിടിക്കട്ടെ. അത് വേണ്ട, അവനെ കോടതി കയറ്റാൻ പറ്റില്ല. പിന്നെ എന്താ വേണ്ടെന്ന് മാമൻ തന്നെ ചിന്തിച്ചാ മതി. ഞാൻ പോയി എന്റെ മകന്റെ കയ്യിലുള്ള എല്ലാം കൊണ്ടുവരാൻ ഭാവന. എന്റെ മോനെ വെറുതെ വിട്ടാ മതി. ഇനി അവന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ നീ വരുമ്പോ നിന്റെ അമ്മയും കൂടെ കൊണ്ടുവരണം. അവരാണിതിന്റെ എല്ലാം സൂത്രശാലി എന്ന് എനിക്കറിയാം. എടാ, ഭാവനയെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീട്ടിലോട്ട് വന്നപ്പോ എന്താണ് അവരെന്നോട് ചെയ്തെന്നുള്ളത് നീ കണ്ടതല്ലേ?